അപർണ ബാലമുരളിയുടെ നായികയായിട്ടുള്ള സിനിമയിലേക്കുള്ള അരങ്ങേറ്റം എന്ന് പറയുന്നത് ഫഹദ് ഫാസിലിന്റെ നായികയായിട്ട് മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിലൂടെ ആയിരുന്നല്ലേ. ഒരു ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു അപർണ ബാലമുരളിയുടേത് ആ ഒരു ചിത്രത്തിൽ തന്നെ. പിന്നീട് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചിത്രത്തിന്റെ എഫക്റ്റ് തന്നെയാണ് ബാക്കിയുള്ള ക്യാരക്ടറുകളിലെല്ലാം അപർണ ബാലമുരളിക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. എന്നാൽ 7 വർഷങ്ങൾക്ക് ശേഷം ഈ ഹിറ്റ് ജോഡി വീണ്ടും ഒന്നിക്കുകയാണ്. അതും KGF എന്ന ചിത്രത്തിലൂടെ ലോകമെമ്പാടും അറിയപ്പെട്ട നിർമ്മാണ കമ്പനിയായ ഹോംബാലെ എന്ന നിർമ്മാണ കമ്പനിയാണ് ഈ ഒരു ചിത്രവും നിർമ്മിക്കുന്നത്. ധൂമം എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത്. ഒഫീഷ്യലി സെപ്റ്റംബർ 30 അനൗൺസ് ചെയ്ത ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ സന്തോഷം തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി പങ്കുവച്ചിരിക്കുകയാണ് അപർണ ബാലമുരളി. പറയുന്നത് വേറൊന്നുമല്ല, 7 വർഷങ്ങൾക്ക് ശേഷം ഫഹദ് ഫാസിൽ എന്ന പ്രതിഭയോടൊപ്പം അഭിനയിക്കാൻ കഴിയുന്നതിന്റെ സന്തോഷം, പിന്നീട് ഇതുപോലെ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു നിർമ്മാണ കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റിയ ആ ഒരു അവസരം എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര സന്തോഷവതിയാണ്. ഭയങ്കരമായിട്ട് അനുഗ്രഹീതയായ ഒരു ഫീല് പോലും തനിക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പോസ്റ്റ് തന്നെ. എന്തായാലും ഇരുവരുടെയും പെർഫോമൻസ്, അതും ഒരു പാൻ ഇന്ത്യ ചിത്രം തന്നെയാണ് ഈ വരാനിരിക്കുന്നത്. അതിൻ്റെതായ എഫക്റ്റ് നമുക്കറിയാല്ലേ. അപർണ ബാലമുരളി ആ ഒരു ചിത്രത്തിൽ സുറൈ പൊട്ടു എന്ന് പറയുന്ന ചിത്രത്തിൽ കാഴ്ചവെച്ച അഭിനയത്തിന് ദേശീയ ചലച്ചിത്ര അവാർഡ് വരെ ലഭിച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഈ 2 പ്രതിഭകളും കൂടെ 7 വർഷത്തെ ഗ്യാപ്പിൽ ഈ ഒരു 7 വർഷം കൊണ്ട് രണ്ടുപേരുടെയും കരിയറിലുണ്ടായ മാറ്റം എന്താണെന്ന് നമ്മൾ മലയാളികളെ കണ്ടറിഞ്ഞത് തന്നെയാണ്. ആ ഒരു മാറ്റത്തിന്റെ എഫക്റ്റ് ഈ ഒരു ചിത്രത്തിൽ കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.